ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മള് വാട്സപ്പിൽ നിരവധി അപ്ഡേറ്റുകൾ വരുന്നത് നമ്മൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓരോരോ ദിവസങ്ങൾ ഓരോരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞാൽ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ, ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ഈ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാലമായി നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതിനു വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മൾ പ്ലേ സ്റ്റോറിൽ പലതരം ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പൊ അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. കാരണം പലർക്കും അത് അറിയലുണ്ടാവില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ വാട്സപ്പിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊന്നും അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്ത് അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇപ്പൊ വാട്സപ്പിൽ ഒരു അപ്ഡേറ്റ് കിട്ടുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ ഒന്ന് പോവുക. നേരെ സെർച്ച് ഓപ്ഷനിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും. ഇവിടെ അപ്ഡേറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഓപ്പൺ കാണിക്കുന്നത്. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് പല ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാൻ കാണിച്ചത് നമുക്ക് മുകളിൽ ഒരു ക്യാമറ കാണിക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ വാട്സപ്പില്. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കുറെ പ്രൊഫൈലുകൾ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ കാണിക്കും. നമുക്ക് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണമെങ്കിൽ. അതല്ലാതെ നമുക്ക് ഏറ്റവും മുകളിൽ ടോപ്പ് തന്നെ നമുക്ക് ക്യാമറ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, നമുക്ക് ക്യാമറയിൽ ഇവിടെ കണ്ട ഗാലറിയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തൊരു ഓപ്ഷൻ, പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്, ആ തൊട്ടടുത്ത് കാണിക്കുന്ന ആ ഒരു മാജിക് വാൻ ടൂൾ പോലുള്ള ഒരു ടൂൾ കണ്ടില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. അതായത് ഒന്ന് എഫക്ട്സ് കാണിക്കുന്നുണ്ട്, ഫിൽറ്റേഴ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് എഫക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിശയമാവും. നമുക്ക് ഇവിടെ ആദ്യം അതിനായിട്ട് ഒരു സെറ്റിംഗ്സ് ഒന്ന് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാണ്ട് ഇവിടെ കണ്ടിന്യൂ, ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കൊടുത്താൽ മതി. യൂസ് ക്യാമറ എഫക്ട്സ് എന്നുള്ളത് ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും താഴെ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോരോ ടൈപ്പ് കണ്ടില്ലേ, ഓരോരോ ടൈപ്പ് കണ്ടില്ലേ, എന്ത് സ്റ്റൈലായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ വരുന്നത്. എഫക്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റ എഫക്ട്സ് മാത്രമല്ല കേട്ടോ, ഇതിന്റെ അടുത്തായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോ എഫക്ട്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ എഫക്ട്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം തൊട്ടടുത്തുള്ള എഫക്ട്സിലേക്ക് ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എഫക്ട്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നിരവധി എഫക്ട്സുകൾ നമുക്ക് വാട്സപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് എഫക്ട്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങളിപ്പോ സാധാരണ ഞാനിപ്പം ഇവിടെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഫേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ എഫക്ട് കൊടുക്കാം. ഇവിടെ ലക്കി മുന്നിൽ കൂടെ പോകുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട പപ്പിയാണ്. ഇവിടെ കണ്ടില്ലേ, മുകളിൽ കൂടെ നമുക്ക് ക്ലൗഡ്സ് പോകുന്ന രീതിയിലുള്ള എഫക്ട്സ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ക്ലൗഡ്സ് മുകളിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കടലിന്റെ അടിയിൽ ഫിഷ് പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന രീതി. അപ്പൊ അങ്ങനെ റിവർ സൈഡിലൊക്കെ നമ്മൾ നിൽക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയം നമുക്ക് എഫക്ട്സ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇനി അടുത്ത് ഞാൻ കാണിച്ചത് അതിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എഫക്ട് എന്ന് പറയുന്നത് ഇവിടെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നിരവധി ഫിൽറ്റേഴ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നമുക്ക് ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ പല ടൈപ്പിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വേണ്ടേ ഫിൽറ്റേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഡേ ഓർ നൈറ്റ് അങ്ങനെയുള്ള ഏത് ടൈപ്പ് ഫിൽറ്റേഴ്സ് വേണമെങ്കിലും നമ്മുടെ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ആണ് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത് നമുക്ക് സാധാരണ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്കിത് ഫോട്ടോസിൽ നമുക്കിത് എഫക്ട് ചെയ്യാൻ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു കമന്റ് അറിയിക്കുക. എല്ലാവരും ഇത് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കുന്നത് വളരെ വളരെ നല്ലതാണ്.